റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡ് അതിൻ്റെ അടിയിലുള്ള ഇത് കിട്ടും. ഫസ്റ്റ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി സ്ക്രൂ ഡ്രൈവറിൻ്റെ യൂസ് വരുന്നില്ല. ആക്ച്വലി നമുക്ക് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള സ്ക്രൂ ഇതിന് തന്നെ ഒരു തരം ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്കിത് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കേബിളുകൾ എല്ലാം വരുന്നുണ്ട്. ഇത് പവർ കേബിൾ, HDMI, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കേബിളുകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിനടിയിലാണ് നമ്മുടെ മോണിറ്റർ വരുന്നത്. മോണിറ്റർ ബോക്സ് ഇത് അൺബോക്സ് ചെയ്താണ്. അപ്പോൾ ഇതാണ് മോണിറ്റർ വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ തന്നെ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ പുറകിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആകുന്നതാണ്. അപ്പോൾ ഇത് ലോക്കായി. അതുപോലെ തന്നെ ഇനി നമുക്ക് ഊരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ തന്നെ അടിയിലായിക്കൊണ്ട് ജസ്റ്റ് ഇവിടെ ലോക്ക് ഉണ്ട്, ഇതിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ലോക്ക് ചെയ്യുന്ന മെക്കാനിസം വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ നോർമലായിട്ട് തന്നെ പവർ കേബിൾ ഇൻസ്റ്റലേഷൻ ആണ്. പിന്നെ വളരെ സിമ്പിളാണ്. അതിൻ്റെ കവറിംഗ് എല്ലാം നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം ഇതിൻ്റെ പുറകിലായിക്കൊണ്ട് ഇതാണ് ഇതിൻ്റെ പവർ സോക്കറ്റ് നമുക്ക് കുത്തേണ്ട സ്ഥലം വരുന്നത്. ഇത് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺസാണ്, അത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിക്കൊണ്ട് USB പോർട്ടുകളും അതുപോലെ തന്നെ മറ്റ് HDMI കണക്ഷൻ പോർട്ടുകളും വരുന്നുണ്ട്. അതിലേക്ക് വേണ്ട ആവശ്യമുള്ള വയറുകളെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.